ഈ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു നമുക്കൊപ്പം ചേരുകയാണ്. ഇന്ന് വൈകിട്ട് ഹൈന്ദവ സംഘടനയുടെ പ്രതിഷേധം ഗുരുവായൂർ ക്ഷേത്രനടയിൽ ക്ഷേത്രത്തിന് പുറത്ത് നടക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഹിന്ദു ഐക്യവേദിയാണ്. സ്വാഗതം ശ്രീ RV ബാബു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശിയുമായി ബന്ധപ്പെട്ടുള്ള ഉദയാസ്തമന പൂജയാണ് ദേവസ്വം ബോർഡും അതേപോലെ തന്ത്രിയൊക്കെ മാത്രം തീരുമാനിച്ചങ്ങ് മാറ്റുകയാണ്. കാലങ്ങളായി, പതിറ്റാണ്ടുകളായി, ഒരുപക്ഷെ ശങ്കരാചാര്യർ പോലും നിശ്ചയിച്ച ഒരു ക്രമമനുസരിച്ചുള്ള പൂജാവിധികളാണ് ഗുരുവായൂരിൽ തുടരുന്നത്. ഇത് യാതൊരു അനുമതിയോ അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള ദേവഹിതമോ ഒന്നും തേടാതെ ഗുരുവായൂരിലെ തിരക്ക് പരിഗണിച്ചു മാറ്റിയെന്നാണ് പറയുന്നത്. ഗുരുവായൂരിലെ തിരക്ക് പരിഗണിച്ച് മാറ്റാനാണെങ്കിലും എല്ലാം മാറ്റേണ്ടി വരും. കാരണം ഗുരുവായൂരിൽ എല്ലാ ദിവസവും തിരക്കാണ്. അതുകൊണ്ട് തിരക്ക് എന്ന് പറയുന്നത് ഒരു കാരണമായി നമുക്ക് ഉൾക്കൊള്ളാനേ കഴിയില്ല. പൂജാവിധികൾ ഇത്തരത്തിൽ, ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ പൂജാവിധികൾ ഇത്തരത്തിൽ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നവരുടെ ഇഷ്ടപ്രകാരം മാറ്റുന്ന സമീപനം, പ്രത്യേകിച്ചും ഗുരുവായൂർ പോലെ വളരെ പ്രധാനപ്പെട്ട ലക്ഷക്കണക്കിന് ഭക്തർ എത്തുന്ന ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്തടിസ്ഥാനത്തിലാണ് ശ്രീ RV ബാബു? ഗുരുവായൂരിലെ ഈ പറയപ്പെടുന്ന സംഭവങ്ങളൊക്കെ അത്യന്തം നിർഭാഗ്യകരമാണ്. വിശ്വാസികളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന നടപടിയാണ്. ഉദയാസ്തമന പൂജ ഗുരുവായൂരിൽ ആരംഭിക്കുന്നത് ഏകാദശിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഏകാദശിയുമായി ആരംഭിച്ച ഉദയാസ്തമന പൂജയാണ് പിന്നീട് സാമ്പത്തിക ലാഭം മുൻനിർത്തിക്കൊണ്ട് അത് ദിവസേന നടത്താം എന്ന രീതിയിലേക്ക് മാറിയത്. ഉദയാസ്തമന പൂജ ഒരു വഴിപാടായിട്ട് തുടങ്ങിയതല്ല, മറിച്ച് ഏകാദശിയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ഒരു ആചാരം തന്നെയാണ്. അതിനെയാണ് തന്ത്രി അടക്കമുള്ള ആളുകൾ ദേവസ്വം ബോർഡിന്റെ ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് എത്തിയത്. ദേവസ്വം ബോർഡ് ഈ ഉദയാസ്തമന പൂജ മറ്റൊരു ദിവസത്തേക്ക്, ഏകാദശി, ഗുരുവായൂർ ഏകാദശി ദിവസത്തിൽ നിന്ന് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ കണ്ടുപിടിച്ച കാരണം ഏകാദശിയുടെ അന്ന് വലിയ തോതിൽ ഭക്തജനങ്ങൾ വരുന്നു, അതുകൊണ്ട് പല പ്രാവശ്യം നട അടക്കേണ്ടി വരുന്നു, അതുകൊണ്ട് ഏകാദശിയുടെ അന്ന് ഏകാദശിക്കോടനുബന്ധിച്ചാണ് ഉദയാസ്തമന പൂജ തുടങ്ങിയത് തന്നെ. ആ ദിവസം ഉദയാസ്തമന പൂജ വേണ്ട എന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ ക്ഷേത്രത്തിന്റെ വിശ്വാസത്തോട് ചെയ്യുന്ന അങ്ങേയറ്റം കടുത്ത അനീതിയാണ്. വിശ്വാസികളോട് ചെയ്യുന്ന കടുത്ത അനീതിയാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ തന്ത്രി നൽകിയിട്ടുള്ള സത്യവാങ്മൂലം അത് ഭക്തജനങ്ങളെ മുറിവേൽപ്പിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തന്ത്രിയുടെ സത്യവാങ്മൂലത്തിൽ ശ്രീ ശങ്കരാചാര്യര് ഗുരുവായൂരിൽ വന്നു എന്ന് പറയപ്പെടുന്നത് കേവലം വിശ്വാസം മാത്രമാണ് എന്നും അതിന് ചരിത്രപരമായ സാധുതയില്ല എന്നുമാണ് തന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഗുരുവായൂർ തന്ത്രിയെ പോലുള്ള ഒരാള് ശങ്കരാചാര്യരെ സംബന്ധിച്ച് ഗുരുവായൂരുമായി ബന്ധപ്പെട്ടുള്ളത് കേവലം വിശ്വാസം മാത്രമാണ് എന്ന് പറയുമ്പോൾ അത് ഗുരുവായൂരുമായിട്ടുള്ള അതിന്റെ ചരിത്രത്തെയും അതിന്റെ പൈതൃകത്തെയും അതിന്റെ ആചാരങ്ങളെയും ഒക്കെ വെല്ലുവിളിക്കുന്ന സമാനമാണ്. തന്ത്രിയുടെ ആ നിലപാട് അങ്ങേയറ്റം ജിഗുപ്സാവഹമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ആർക്ക് വേണ്ടിയാണ് ഗുരുവായൂർ തന്ത്രി ഈ നിലപാടെടുത്തത് എന്ന് അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തുന്നു. കാരണം ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ താല്പര്യത്തിനനുസൃതമായി നിൽക്കേണ്ട ഒരാളല്ല തന്ത്രി. ഗുരുവായൂരിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ യഥോചിതം നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട തന്ത്രി തന്നെ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചത് അങ്ങേറ്റം വേദനിപ്പിക്കുന്നു. ഭക്തജനങ്ങൾക്ക് അത് അങ്ങേറ്റം ദുഃഖകരമാക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. മാത്രമല്ല, ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ സമയാനുസാരം മാറ്റാൻ കഴിയുന്നതാണ് എന്ന് തന്ത്രി സത്യവാങ്മൂലത്തിൽ പറയുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ, ക്ഷേത്രത്തിലെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളും സമയാനുസരിച്ച് മാറ്റാൻ കഴിയുന്നതാണ് എന്ന് തന്ത്രി പറയുമ്പോൾ ഈ ആചാരങ്ങളൊക്കെ ഏതു സമയവും നടത്തിയാൽ മതി, അതിന് ക്ലിപ്തമായ സമയം വേണ്ട, സമയമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ് എന്ന രീതിയിൽ തന്ത്രി സത്യവാങ്മൂലം നൽകുമ്പോൾ യഥാർത്ഥത്തിൽ ഈ തന്ത്രിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തന്ത്രിയായിട്ട് ഇരിക്കാൻ അവകാശമുണ്ടോ എന്ന ഒരു ചോദ്യം ഉയർന്നു വരും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഹൈന്ദവ സംഘടനകൾ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രക്ഷോഭവുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ പരിപാലിക്കപ്പെടാൻ ഗുരുവായൂരിൽ അത് നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന വലിയ ഒരു വിഭാഗം ഭക്തന്മാരുണ്ട്. അവരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ഗുരുവായൂരിലെ ഈ നടപടിക്രമങ്ങൾ
അത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ടുള്ളത് തന്നെ ആവണം. അക്കാര്യത്തിൽ ആർക്കും അത് മാറ്റാൻ അവകാശമില്ല. അങ്ങനെ മാറ്റാൻ ശ്രമിക്കുന്നതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായിട്ട് ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതെ, അത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയർത്തുമെന്നാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പറയുന്നത്.